ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ SK റോസ്റ്റ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള നടന്മാരെല്ലാവരും നല്ല ലുക്കുള്ള നടന്മാരാണ്. ബട്ട് അവർ ചില സിനിമയിൽ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ളൊരു ലുക്കിൽ വന്നിട്ടുണ്ടാകും. പക്ഷേ ആ പടം ചിലപ്പോൾ ഫ്ലോപ്പായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സിനിമയെയും നടന്മാരെയും പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നടന്ന് പറയണത് ടോവിനോ തോമസ് ആണ്. ടോവിനോ തോമസിൻ്റെ അത്യാവശ്യം ലുക്കുള്ളതായിട്ട് ആൾ വന്നതായിട്ട് എനിക്ക് തോന്നിയൊരു പടം എന്ന് പറയുന്നത് ഗപ്പിയായിരുന്നു. പക്ഷേ ഗപ്പി എന്ന് പറയുന്ന പടം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പാണ്. അടുത്ത നടന്ന് പറയണത് ജയസൂര്യാണ്. ഞാനിപ്പോൾ ഈ പറയാൻ പോണ പടം ചിലപ്പോൾ ആരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഈശോ എന്നാണ് പടത്തിൻ്റെ പേര്. ഈ പടത്തിൽ ജയസൂര്യ അത്യാവശ്യം നല്ലൊരു ലുക്കിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ പടം ഫ്ലോപ്പായിരുന്നു. അടുത്ത നടന്ന് പറയണത് ബിജു മേനോനാണ്. ബിജു മേനോൻ പണ്ടത്തെ പടങ്ങളിലൊക്കെ ഏകദേശം ഒരേ ടൈപ്പ് ലുക്കായിരിക്കും. പടത്തിലെല്ലാത്തിലും ഒരു കട്ടി വീശ വെച്ച് അങ്ങനത്തെ ഒരു ലുക്കായിരിക്കും. അതിനൊന്നും മാറ്റം വന്നത് ഈ അടുത്ത കാലത്തായിട്ടാണ്. ആ പടത്ത് അങ്ങനെ ഒരു ലുക്കിൽ മാറ്റം വന്നതിൽ എനിക്ക് തോന്നിയത് നടന്ന സംഭവം അന്ന് പറഞ്ഞൊരു പടമുണ്ട്, ആ പടത്തിലാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ആ പടം ഭയങ്കരമായിട്ട് ഫ്ലോപ്പ് പടമാണ് ബോക്സ് ഓഫീസ് വൈസ്. അടുത്തതായിട്ട് ഈ ബിജു മേനോൻ്റെ കൂടെ നല്ല രീതിക്ക് പെയറായിട്ട് അഭിനയിച്ചൊരു നടനെ കുറിച്ച് തന്നെ പറയാം, കുഞ്ചാക്കോ ബോബൻ. കുഞ്ചാക്കോ ബോബൻ പണ്ടത്തെ ലുക്ക് ഏകദേശം ഒരു ചോക്ലേറ്റ് വൈബായിരുന്നു. ഇനി അടുത്തായിട്ടാണ് നല്ല രീതിക്ക് ലുക്കിലൊക്കെ ചേഞ്ച് ചെയ്ത് കുഞ്ചാക്കോ ബോബൻ സിനിമയിൽ വരാൻ തുടങ്ങിയത്. അത് വെച്ച് നോക്കുമ്പോൾ ഒറ്റെന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഒറ്റെന്ന് പറഞ്ഞ പടത്തിൽ പുള്ളിക്കാരൻ നല്ല രീതിക്ക് ലുക്കിൽ നല്ല രീതിക്ക് ചേഞ്ച് വരുത്താൻ നോക്കിയിട്ടുണ്ട്. അതും കിടലിനായിരുന്നു. പക്ഷെ ആ പടം ബോക്സ് ഓഫീസ് വൈസ് ഒരു ഫ്ലോപ്പാണ്. അടുത്തൊരു നടന്ന് പറയുന്നത് ആസിഫ് അലിയാണ്. ആസിഫ് അലിയുടെ ആയിട്ട് വന്നൊരു സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു രീതിയിൽ അത് മന്ദാരമാണ്. മന്ദാരത്തിനാണെങ്കിൽ ആസിഫ് അലിയുടെ ഒരു ലുക്ക് ഉണ്ട്, ലോങ് ഹെയറും ലോങ് ബിയേഡൊക്കെ വെച്ചിട്ടൊരു ലുക്ക്. അത് കിടിലൻ ലുക്കായിരുന്നു. പക്ഷെ ആ പടം ഫ്ലോപ്പാണ്. അടുത്ത നടന്ന് പറയുന്നത് നിവിൻ പോളിയാണ്. നിവിൻ പോളി ഏകദേശം ഈ അടുത്തുള്ള പടങ്ങളിലൊക്കെ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നൊരു നടനാണ്. ഒരു ഹിറ്റിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നൊരു നടനാണ്. ആ ടൈം പീരീഡിൽ വന്നൊരു സിനിമയായിരുന്നു തുറമുഖത്തിൽ ഏകദേശം നിവിൻ പോളി നല്ലൊരു ലുക്കിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കിടലിനൊരു ലുക്കിലായിരുന്നു. പക്ഷേ ആ പടം ഒരു ഫ്ലോപ്പ് ഫിലിമായിരുന്നു. അടുത്തത് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിൽ ഏകദേശം ഈ അടുത്തൊക്കെ നല്ല ലുക്കായിട്ട് വന്നേക്കുന്ന ഒരു നടനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ട് ഇറങ്ങിയ ഒരു പടത്തിൽ എന്ന് പറയുന്നത് ഓടും കുതിര ചാടും കുതിര എന്നുള്ളൊരു പടത്തിൽ നല്ല രീതിക്കൊരു ബാക്കിയുള്ള സിനിമയിൽ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിക്കൊരു ലുക്കായിട്ടായിരുന്നു ഫഹദ് ഫാസിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ പടം ഫ്ലോപ്പായിരുന്നു. അടുത്തൊരു നടന്ന് പറയുന്നത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നല്ലൊരു ലുക്കുള്ളൊരു നടനാണ്. ഒരു ബോഡി വൈസ് ആണെങ്കിലും ഒക്കെ കൂടി അത്യാവശ്യം നല്ലൊരു നടനാണ്. പക്ഷേ പൃഥ്വിരാജിൻ്റെ ഈ ബോഡിയും ഫേസും ലുക്കെല്ലാതും കൂടി യൂട്ടിലൈസ് ചെയ്ത് ഇറക്കിയൊരു പടമായിരുന്നു ഹീറോ എന്ന് പറഞ്ഞ പടം. ആ പടം പക്ഷേ ബോക്സ് ഓഫീസിലൊരു ഫ്ലോപ്പായിരുന്നു. അടുത്തൊരു നടന്ന് പറയുന്നത് ദിലീപാണ്. ദിലീപിൻ്റെ ഇതേപോലെ നല്ല ലുക്കിൽ വന്ന് പൊട്ടിപ്പോയ പടം എന്ന് പറയുന്നത് അത് ബാന്ദ്രയാണ്. ബാന്ദ്രയിൽ ദിലീപ് ഒരു വെറൈറ്റി സ്റ്റൈൽ പിടിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ലോങ് ഹെയറും ഒരു കട്ടി ബിയേർഡൊക്കെ ആയി. പക്ഷേ ആ പടം ഫ്ലോപ്പാണ്. അതെല്ലാവർക്കും അറിയാം. OTT പോലും ആ പടം വന്നിട്ടില്ല. ഇനി നമുക്ക് മലയാളത്തിലെ 2 ബിഗ് ഗൺസിൻ്റെ പടങ്ങളെ പറ്റിയിട്ട് പറയാം. ആദ്യം മമ്മൂട്ടിയെ പറ്റി നമുക്ക് നല്ല രീതിക്ക് അറിയാം. മലയാളത്തിലെ തന്നെ ഏറ്റവും നല്ല ലുക്കുള്ളൊരു നടനായിട്ട് കാണുന്നൊരു നടനാണ് മമ്മൂട്ടി. ഈ മമ്മൂട്ടീനെ ഇതേപോലെ നല്ല ലുക്കിൽ വന്ന് പൊട്ടിപ്പോയൊരു പടം എന്ന് പറയുകയാണെങ്കിൽ അത് വൺ ആൻഡ് ഓൺലി വൈറ്റ് എന്ന് പറഞ്ഞൊരു പടമാണ്. ഈ പടത്തിലാണെങ്കിൽ മമ്മൂട്ടി ഏകദേശം യങ്ങായിട്ടായിരുന്നു ഈ പടത്തിൽ മമ്മൂട്ടിയുടെ റോള്. അത് പക്ഷേ എന്തുകൊണ്ടോ എന്ന് എനിക്കറിയില്ല, പടം ഫ്ലോപ്പായിരുന്നു. അടുത്തത് മോഹൻലാലാണ്. മോഹൻലാലിൻ്റെ ഇതേപോലെ തന്നെ നല്ല ലുക്കിൽ വന്ന് ഫ്ലോപ്പായിപ്പോയി പടം എന്ന് പറയുന്നത് എൻ്റെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ അതിലൊന്നാമത് ദേവദൂതനാണ്. ദേവദൂതനിൽ ഫസ്റ്റ് പാർട്ടത്തെ ലുക്കിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവസാനം വരുന്നൊരു ലുക്കുണ്ട്, ലോങ് ഹെയറും ബിയേഡൊക്കെ വെച്ചിട്ടൊരു കിടിലൻ ലുക്ക്. ആ ലുക്ക് ദേവദൂതനുണ്ടായിരുന്നു. പക്ഷെ ആ പടം ഫ്ലോപ്പായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ റിലീസൊക്കെ വന്ന് ജനങ്ങളൊക്കെ ഏറ്റെടുത്തൊരു പടമായി മാറി. അടുത്തൊരു പടം എന്ന് പറയുന്നത് ഒടിയനാണ്. ഒടിയൻ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ആ ചെറുപ്പക്കാരൻ അഭിനയിച്ച ലുക്കാണോ എന്ന്. പക്ഷേ ആ ലുക്കല്ല.
അത് കഴിഞ്ഞിട്ട് മോഹൻലാലിൻ്റെ ഒരു വയസ്സനായിട്ടുള്ളൊരു ഗെറ്റപ്പിലൊരു ലുക്കുണ്ട്. ഇതേപോലെ തന്നെ ലോങ് ഹെയറും താടിയൊക്കെ വെച്ച് കിടലിനൊരു ലുക്ക്. ആ ലുക്ക് വന്നൊരു സിനിമ എന്ന് പറയുന്നത് ഒടിയൻ എന്ന് പറഞ്ഞൊരു സിനിമ ആയിപ്പോയി. ഞാനിപ്പോൾ പറഞ്ഞ ഈ ലിസ്റ്റിൽ വെച്ചിട്ട് ഇതിൽ വരാത്ത കുറേ നടന്മാർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. അപ്പോൾ ആ നടന്മാരെ പറ്റിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക, നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. അപ്പോൾ ബൈ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ലവ് യു.